പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ മകൾ മൊഴിമാറ്റിയത് ബാഹ്യ സമ്മർദ്ദത്തെ തുടർന്നെന്ന വാദവുമായി പിതാവ് രംഗത്ത്. മകളെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കേസ് ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷയെന്നും പിതാവ് പറയുന്നു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, പറഞ്ഞതെല്ലാം മകൾ വിഴുങ്ങിയിരിക്കുകയാണ്. പക്ഷേ പോലീസ് പറയുന്നു കൃത്യമായ തെളിവുണ്ട്. നേരത്തെ എന്താണോ ഉന്നയിച്ചത്, എന്താണോ പറഞ്ഞത്, അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ എല്ലാം സമർപ്പിക്കും എന്നും ഇനി എന്തെങ്കിലും അധികമായി പറയാനുണ്ടെങ്കിൽ കോടതിയിൽ പറയട്ടെ എന്നാണ് പോലീസിൻ്റെ നിലപാട്. ഈ കുട്ടിയുടെ പിതാവ് ഇപ്പോഴും മകൾ മൊഴിമാറ്റിയത് ബാഹ്യ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന വാദത്തിൽ ഉറച്ച് നിൽക്കുകയാണ്. മകൾ എവിടെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ടോ സുധീഷ്? അനിൽ നമ്പ്യാർ, ഇതുവരെയും കുടുംബത്തിന് മകൾ എവിടെയാണെന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ലഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് വടക്കേക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിശദമായി മൊഴി രേഖപ്പെടുത്തി മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കെല്ലാം വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൈബർ പോലീസിൻ്റെ സഹായത്തോടെ ട്രാക്ക് ചെയ്യാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു എന്നതാണ് പെൺകുട്ടിയുടെ പിതാവ് ജനം ടിവിയോട് വ്യക്തമാക്കിയിട്ടുള്ളത്. പെൺകുട്ടിയുടെ മൊഴിമാറ്റത്തെ സംബന്ധിച്ചും പിതാവ് പറയുന്നത് ബാഹ്യ സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ മൊഴി മാറ്റുന്നത്. മറ്റൊരു സാഹചര്യവും ഇങ്ങനെ പറയാൻ ഇല്ല എന്നതാണ് പിതാവിൻ്റെ വിലയിരുത്തൽ. അതിൽ തന്നെ പറയുന്നു, കഴിഞ്ഞ 12-ാം തീയതി ആ വീട്ടിൽ ചെല്ലുന്നത് താനും മറ്റ് 25 ബന്ധുക്കൾ ഒന്നിച്ചാണ്. അതിൽ 6-7 പേർ മാത്രമാണ് കുട്ടികളായുള്ളത്. ബാക്കി എല്ലാവരും തന്നെ മുതിർന്നവരാണ്. ഇവർക്കെല്ലാം പെൺകുട്ടിയുടെ ദേഹത്തെ മർദ്ദനത്തിൻ്റെ പാടുകളും അതോടൊപ്പം തന്നെ രക്തപ്പാടുകളും എല്ലാം തന്നെ കണ്ട് പൂർണ്ണമായും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിയുടെ വിവരം ചോദിച്ചപ്പോൾ ആദ്യം ബാത്റൂമിൽ വീണതാണ് എന്ന് പറഞ്ഞ് പിന്നീടാണ് വിശദമായി കാര്യങ്ങളെല്ലാം പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റ് ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുമല്ല പോലീസിൽ പരാതി നൽകിയത്. തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മകളാണ്. ആ മകൾ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിൽ പരാതി നൽകിയതും പെൺകുട്ടി മൊഴി നൽകിയതും. ആ മൊഴിയെ തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിലും രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പെൺകുട്ടിയെ കാണുന്നില്ലെന്ന പരാതിയിലും അതോടൊപ്പം തന്നെ ഈ കേസിലുമെല്ലാം തന്നെ കൃത്യമായി പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണ് കുട്ടിയുടെ പിതാവ് പങ്കുവെക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഇതുവരെ പോലീസ് കണ്ടെത്തിയ തെളിവുകളെല്ലാം തന്നെ ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്ത യുവാവിന് എതിരായിട്ടുള്ളതാണ്. പെൺകുട്ടി മർദ്ദനത്തിന് ഇരയായി എന്നത് സംബന്ധിച്ച് 3 ഡോക്ടർമാർ പരിശോധിച്ചു. ആ വൈദ്യപരിശോധനാ ഫലവും കൃത്യമായി തന്നെ ഉണ്ട്. അത് എല്ലാം തന്നെ ഈ യുവാവിനെതിരായുള്ള തെളിവാണ്. ഇപ്പോൾ മൊഴി മാറ്റുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും തന്നെ അവർക്കുണ്ടാവില്ല. എന്നാൽ മറ്റു ചിലർ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെയും മറ്റും സമ്മർദ്ദമാണ് ഇപ്പോഴത്തെ ഈ മൊഴിമാറ്റത്തിന് പിന്നിലെന്ന സംശയം തന്നെയാണ് പെൺകുട്ടിയുടെ പിതാവ് ജനം ടിവിയോട് പങ്കുവെച്ചതും. അനിൽ നമ്പ്യാർ. എസ് സുധീഷ്, പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ മകൾ മൊഴിമാറ്റിയത് ബാഹ്യ സമ്മർദ്ദത്തെ തുടർന്നെന്ന വാദവുമായി പിതാവ് രംഗത്ത്. മകളെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കേസ് ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷയെന്നും പിതാവ് പറയുന്നു. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.